ഗ്യാസ് തീർന്നു, വിറവ് തീർന്നു, അരി തീർന്നു. എന്റെ ദാരിദ്ര്യം മാത്രം തീരണില്ല. 2 വിറവാറ്റ വെട്ടിക്കൊണ്ട് വരാൻ ചെന്ന്. ഇല്ലല്ലേ, എനിക്ക് പറ്റൂലയാ. കാരണം നിനക്ക് കിട്ടാനുള്ള പൈസ ഞാൻ വന്ന് സംസാരിച്ച് അത് ശരിയല്ല. എനിക്കത് കുറച്ചിലാണ്. എന്റെ പ്രൊഫഷനെ അത് ബാധിക്കൂടാ. റോഡിൽ ഇരുന്ന് പല്ല് കിണ്ടനെയൊക്കെ പ്രൊഫഷനാക്കിയത് എന്നടേ? സോറി അളിയാ, ശരിയെന്നാ. അമ്മ വയറ് കത്തണ്. ആ വയറല്ല, ഈ വയറ്. എടാ, കഞ്ഞി വെക്കാൻ വിറവില്ല. ഗ്യാസിൽ വൈ. ഇന്നലെ തീർന്ന ഗ്യാസ് കുറ്റിയുടെ തലവുത്തന്നെ വെച്ചിട്ടാണ് ഇച്ചിരി കട്ടൻ ചായ ഇട്ട് കുടിച്ചത്. സമയത്തിന് ആഹാരമില്ല. നാളെ തൊട്ട് ഞാൻ എന്റെ ആഹാരം സുഖിന്ന് വരുത്തി കഴിച്ചോളാം. മക്കളെ, ഈ എരപ്പനെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സുധി ഫ്രീ ആയിട്ട് പുട്ട് തരുവോ? ഓ, തണുത്ത ആഹാരം കഴിച്ചു ഒരു മൈക്രോവേവ് ഓവൻ വാങ്ങണം. എന്തിന്? ചൂടാക്കി കഴിക്കാൻ. അതൊക്കെ വയറ്റിന് പിടിക്കും മക്കളെ. ആഹാരം അതിൽ വെച്ച് ചൂടാക്കി കഴിക്കണ കാര്യവുമാ പറഞ്ഞത്. എന്റെ അമ്പു. എടാ മക്കളെ, നീ ആ ഫാക്ടറിയിൽ ജോലിക്ക് പോടാ. 15,000 രൂപ ശമ്പളം ഇല്ലേ മക്കളെ? അവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ശരിയല്ല. അതൊക്കെ പിന്നെ ശരിയാവും മക്കളെ. അയ്യോ, അമ്മ ഉദ്ദേശിച്ച സാധനമല്ല. പിന്നെ ഈ ഫുഡ് എന്ന് പറഞ്ഞ എന്തിനാണ്? ആഹാരം. അക്കോമഡേഷനോ? താമസം. ആഹാരം വരാൻ താമസം എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ രഹസ്യമായിട്ട് അന്വേഷിച്ചു. അവിടെ പട്ടണിയാണ്. എന്ന് തീരും എന്റെ ദുഃഖം ഇന്നീ മഞ്ഞിലേ. അമ്മ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടമ്മ. നീ ഏത് കയറ്റോടെ കയറിക്കൊണ്ടിരിക്കുന്നത്? തീരണില്ലല്ല. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും